ശരിക്കും ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ ഫുഡ് പാറ്റേണിലാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷെ നമുക്ക് ബ്ലൈൻഡ് ആയിട്ട് ഇത് പറയാൻ അത് എല്ലാവർക്കും ഒരു ഇതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ചിലർ പറയും ക്യാബേജ് കഴിക്കരുത്. എൻ്റെ എക്സ്പീരിയൻസ് നമ്മൾ അങ്ങനെ ഒന്നും നോക്കാറില്ല. നമ്മൾ ടെസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കും. നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഏതുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്, ഏതെങ്കിലും ഫുഡുമായിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം റിയാക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. അപ്പം മിക്കവാറും പേർക്കും ഇങ്ങനത്തെ അസുഖമുള്ളവർക്കൊരു ലിസ്റ്റ് ഓഫ് ഒരു 10-25 ഐറ്റംസ് വരും. നമ്മൾ കോമൺലി കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഐറ്റംസ് പറ്റാത്തതുണ്ടാവും. അപ്പം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മൾ ടൂ മെനി ഐറ്റംസ് ആണല്ലോ കഴിക്കുന്നത്. അതിനകത്ത് സോ മച്ച് ഓഫ് കെമിക്കൽസ്, കളറും പ്രിസർവേറ്റീവ്സും. ഇപ്പം പാല് ശരിക്കുള്ള പാലല്ലല്ലോ. അതിനകത്ത് പിന്നെ അതിൻ്റെ പ്ലാസ്റ്റിക്കും ആൻറ്റിബയോട്ടിക്കും ഇങ്ങനെ മുതൽ പല പശുക്കളുടെ പാലും എല്ലാം കൂടെ കൂട്ടിയല്ലേ നമ്മൾ കഴിക്കുന്നത്. ഇതെല്ലാം കൊണ്ടാവാം നമ്മൾ പല കോമൺ ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡിനോടും റിയാക്ഷൻ കാണാം. അപ്പം അങ്ങനെയുള്ള ഫുഡാണ് ഒഴിവാക്കേണ്ടത്. അത് ഒരാൾക്കുള്ളതായിരിക്കില്ല മറ്റുള്ള ആൾക്കുള്ളത്. അപ്പം നമ്മൾ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ജനറൽ കൺസെപ്റ്റിൽ തൈറോയിഡിന് ഇത് പറ്റില്ല, അല്ലെങ്കിൽ ചില അസുഖങ്ങൾ ഇത് പറ്റില്ല എന്ന് പറയുന്നതുമായിട്ട് നമ്മളുടെ റിപ്പോർട്ട് ചേരുന്നുമില്ല. അത് വെച്ചിട്ട് മാത്രം ആകുകയില്ല. അപ്പം ഡീറ്റെയിൽ ആയിട്ട് ഒരാളുടെ ഫുഡ് ഇയാൾക്ക് എന്താണ് പറ്റുന്നത്, ഇയാൾക്ക് എന്താ പറ്റാത്തതെന്ന് മനസ്സിലാക്കി അതിനെ ഒഴിവാക്കി അവർക്ക് വേണ്ടി നമ്മൾ ഒരു പാറ്റേൺ പറഞ്ഞു കൊടുത്ത് ചെയ്യാമെന്നുള്ളതാണ്. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ മരുന്നുകൾ ഇപ്പം മോൾട്ടിനോഡൽ ആണെങ്കിൽ സ്കാൻ നോക്കുമ്പോൾ കുറഞ്ഞു വരുന്ന കാണാം. പിന്നെ ഹഷിമോട്ടോ തൈറോയിഡൈറ്റിസ് ആണെങ്കിൽ ഇപ്പം 150 മില്ലിഗ്രാമും ഒക്കെ ലിവോതൈറോക്സിൻ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അത് 125 100 75 50 നമ്മൾ യൂഷ്വലി കുറച്ചുകൊണ്ട് വരും. ചിലർക്കൊക്കെ ചിലപ്പോൾ ഒത്തിരി നാളായിട്ടൊക്കെ തൈറോയ്ഡ് ഈ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അപ്പോൾ അത്രയധികം തൈറോയ്ഡ് ഫംഗ്ഷൻ ഡിസ്ട്രോയിഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഒരു 12.5 മില്ലിഗ്രാമോ മാക്സിമം 25, യൂഷ്വലി 90% പേർക്കും നമുക്ക് മരുന്നുകൾ നിർത്തി കൊടുക്കാൻ പറ്റാറുണ്ട്. പക്ഷെ ഒരു 10%-നൊക്കെ അല്പം കുറച്ച് കൊണ്ടുവരും. യൂഷ്വലി തൈറോയ്ഡ് ആൻറ്റിബോഡീസും കുറഞ്ഞു വരും എന്നുള്ളത്. ചിലരൊക്കെ 3000 1500 ഒക്കെ ആയിരിക്കും GP ഒക്കെ നിൽക്കുന്നത്. അതൊക്കെ കുറഞ്ഞു വന്ന് പലരുടെയും കുറയും, അല്ലെങ്കിൽ വളരെ ലോ ലെവലിൽ അതായത് ഇമ്മ്യൂൺ സിസ്റ്റം ആണല്ലോ അത്. നമ്മൾ എത്ര ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്താലും കുറേയൊക്കെ നമ്മൾ തെറ്റിക്കുന്നുണ്ടാവും. കാരണം മുഴുവനും ഒന്നും നമുക്ക് കെമിക്കൽസും പ്രിസർവേറ്റീവ്സും കെമിക്കൽസും ഒന്നും പെസ്റ്റിസൈഡ്സും ഒന്നും ഒഴിവാക്കി ഇന്നത്തെ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടൊരു പെർഫെക്ഷൻ പറ്റിയില്ലെങ്കിലും നമുക്ക് മരുന്നിൻ്റെ അളവ് കുറച്ച് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് കുറേയെങ്കിലും ഫംഗ്ഷൻ ചെയ്യുന്ന നിലയിലേക്ക് നമുക്ക്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.